Hi dear students, നമ്മൾ ഇന്ന് ജനുവരി 24 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്ലൈഡ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണെന്ന് നോക്കാം. ഓക്കെ, ലിസൺ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 0 ലെസ് ദാൻ C ലെസ് ദാൻ B ലെസ് ദാൻ A. ഈ ഒരു ഓർഡറിലാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്. ലെറ്റ് A പ്ലസ് B മൈനസ് 2C ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് B പ്ലസ് C മൈനസ് 2A ഇൻറ്റു എക്സ് പ്ലസ് C പ്ലസ് A മൈനസ് 2B ഇസ് ഈക്വൽ ടു 0 വെർ ആൽഫ ഇസ് നോട്ട് ഈക്വൽ ടു 1. ആൽഫ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് വൺ ഓഫ് ഇറ്റ്സ് റൂട്ട് ആണ്. അപ്പോൾ 1 അല്ലാത്ത മറ്റൊരു റൂട്ട് ഉണ്ട് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ 1 റൂട്ടാകാൻ പറ്റില്ല എന്നല്ല, 1 അല്ലാത്ത വേറെ റൂട്ടും കൂടി ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കൂടെ നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകേണ്ടത്. റൈറ്റ്, സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ആ ഒരു റൂട്ട് ഈ ഒരു -1 0 എന്ന് പറയുന്ന ഇന്റർവെലിന് അകത്താണെങ്കിൽ ബി എന്ന് പറയുന്ന എലമെന്റ്, അതായത് ഈ ബി എന്ന് പറയുന്ന എലമെന്റിന് എന്താൻ പറ്റില്ല, കനോട്ട് ബി ജോമെട്രിക് മീൻ ഓഫ് ദി നമ്പേഴ്സ് എ ആൻഡ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ആൽഫ ബിലോങ്സ് ടു ദിസ് ഇന്റർവെൽ 0 to 1 ആണെങ്കിൽ ബി മേ ബി ദി ജോമെട്രിക് മീൻ ഓഫ് എന്താണ് എ ആൻഡ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതിനെ എ പ്ലസ് ബി മൈനസ് 2C ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി മൈനസ് 2A ഇൻറ്റു എക്സ് പ്ലസ് സി പ്ലസ് എ മൈനസ് 2B എന്നെടുക്കുന്നു. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. നൗ വി സപ്പോസ് ടു പുട്ട് എക്സ് ഈക്വൽ ടു 1. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞ എന്ത് വരും ആൻസർ? എ പ്ലസ് ബി മൈനസ് 2C ഇൻറ്റു 1 വരും, പ്ലസ് ബി പ്ലസ് സി മൈനസ് 2A ഇൻറ്റു 1 വരും, പ്ലസ് സി പ്ലസ് എ മൈനസ് 2B വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ടോട്ടൽ ബി പ്ലസ് ബി 2B ഉണ്ട്, മൈനസ് 2B ക്യാൻസൽഡ്, എ പ്ലസ് എ 2A ആൻഡ് മൈനസ് 2A ക്യാൻസൽഡ്. നോക്കൂ, സി പ്ലസ് സി 2C ആൻഡ് മൈനസ് 2C ക്യാൻസൽ ആൻഡ് ഫൈനലി 0, വിച്ച് മീൻസ് 1 ഇസ് എ റൂട്ട്. അപ്പൊ ഈ ക്വാഡ്രാറ്റിക്കിന്റെ ഒരു റൂട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒന്ന് 1 ആണ്. മറ്റൊരു റൂട്ട് 1 അല്ലാത്ത ഒരു റൂട്ട് ഉണ്ട്, അത് പറഞ്ഞിരിക്കുന്നത് ആൽഫയാണ്. ഓക്കെ, ആൽഫ ഈസ് അനദർ റൂട്ട്. നമുക്കറിയാം രണ്ട് റൂട്ടുകളായി, ഒന്ന് ആൽഫ ഒന്ന് 1. അപ്പൊ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു ആൽഫ. നമുക്ക് ആൽഫയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ C/A ആണ്. അപ്പൊ C/A എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ക്വാഡ്രാറ്റിക്കിലെ സിയുടെ സ്ഥാനത്തുള്ളത് എന്താണ്? കംപ്ലീറ്റ്ലി ഇതാണ് സിയുടെ സ്ഥാനത്ത്. അതേസമയത്ത് എയുടെ സ്ഥാനത്തുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് C/A. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ C പ്ലസ് എ മൈനസ് 2B എന്താണ്? C പ്ലസ് എ മൈനസ് 2B ഡിവൈഡഡ് ബൈ എന്ത് വരും? എ പ്ലസ് ബി മൈനസ് 2C ആണ് വരും അല്ലെ. എ പ്ലസ് ബി മൈനസ് 2C വരും, ശരിയല്ലേ? എ പ്ലസ് ബി മൈനസ് 2C എന്ന് വരും. സോ ദിസ് ഈസ് യുവർ ആൽഫ. ആൽഫ ഈസ് C പ്ലസ് എ മൈനസ് 2B ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2C എന്ന് കിട്ടി. ആൻഡ് ദിസ് ഈസ് യുവർ ആൽഫ. നമുക്ക് പറയുന്നുണ്ട് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ നോക്കൂ, ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ? ആൽഫ ബിലോങ്സ് ടു -1 0 ആണെങ്കിൽ ബീറ്റ കനോട്ട് ബി ബി കനോട്ട് ബി ദ ജോമെട്രിക് മീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് കേസ് 1 ആയിട്ട് എടുക്കേണ്ടത് ആൽഫ ബിലോങ്സ് ടു -1 0 എന്നാണ്. എന്ന് വെച്ചാൽ -1 ലെസ് ദാൻ, ഓക്കെ, -1 ലെസ് ദാൻ അല്ലെങ്കിൽ ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ -1 ലെസ് ദാൻ 0. എനിവേ, സോ -1 ലെസ് ദാൻ C പ്ലസ് എ മൈനസ് 2B ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2C വിച്ച് ഇസ് ലെസ് ദാൻ 0. ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാന്നറിയോ? ഇഫ് യു സോൾവ് ദിസ് ഇനീക്വാലിറ്റി വി ഗെറ്റ് B പ്ലസ് C. യു ക്യാൻ ട്രൈ ടു സോൾവ് ഇറ്റ്. B പ്ലസ് C ഇസ് ലെസ് ദാൻ 2A ആൻഡ് B ഈസ് ഗ്രേറ്റർ ദാൻ A പ്ലസ് C ബൈ 2. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഐ വിൽ സോൾവ് വൺ പാർട്ട്. നോക്കൂ, ഇതിൽ നിങ്ങൾ ഈ ഒരു ഭാഗം എടുക്കുന്നു. ഫസ്റ്റ് ഈ ഒരു ഭാഗം ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ C -1 ലെസ് ദാൻ C പ്ലസ് എ മൈനസ് 2B. ഓക്കെ, എന്താ എഴുതേണ്ടത്? -1 ലെസ് ദാൻ എന്താണ്? C പ്ലസ് എ മൈനസ് 2B. C പ്ലസ് എ മൈനസ് 2B ഡിവൈഡഡ് ബൈ എന്താണ്? A പ്ലസ് ബി മൈനസ് 2C ആണ് അല്ലേ. A പ്ലസ് ബി മൈനസ് 2C ആണ്. സോ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 മൈനസ് C പ്ലസ് എ മൈനസ് 2B ഡിവൈഡഡ് ബൈ A പ്ലസ് ബി മൈനസ് 2C വിച്ച് ഈസ് ലെസ് ദാൻ 0 എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് -A മൈനസ് B പ്ലസ് 2C
minus c minus a plus 2b all divided by a plus b minus 2c less than 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ. മൈനസ് എ മൈനസ് 2a മൈനസ് ബി, റൈറ്റ്, മൈനസ് ബി 2c എന്ന് സി കുറച്ചാൽ സി വരും. മൈനസ് ബി പ്ലസ് 2b ഇസ് പ്ലസ് ബി, റൈറ്റ്, ദെൻ പ്ലസ് സി ഡിവൈഡ് ബൈ എ പ്ലസ് ബി മൈനസ് 2c വിച്ച് ഇസ് ലെസ് ദാൻ 0, റൈറ്റ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ മൈനസ് 2a പ്ലസ് ബി പ്ലസ് സി എന്താവും നോക്കൂ. ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമുക്ക് സി മൈനസ് 2a പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എ ലെസ് ദാൻ, എന്താണ് കണ്ടീഷൻ? എ 0 ലെസ് ദാൻ സി ലെസ് ദാൻ ബി ലെസ് ദാൻ എ എന്നൊക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബി പ്ലസ് സി മൈനസ് 2a എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എന്തായിരിക്കും അത് വരുന്നത്? നെഗറ്റീവ് ആയിരിക്കും വരിക, അല്ലേ? That should be negative. So minus 2a plus b plus c must be negative and a plus b minus 2c must be positive. So from here we get b plus c is less than 2a എന്നാണ് കിട്ടുക. b plus c is less than 2a or b plus c by 2 is less than a എന്നാണ് കിട്ടുക. അതേസമയത്ത് അവിടെ a plus b greater than 2c എന്ന് കിട്ടുന്നു. And at the same time the second equation becomes a plus b is greater than 2c or a plus b by 2 is greater than c എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ? And from this what we can say that see b cannot be the എന്താണ് നമുക്കിവിടെ പറയാൻ പറ്റുക? b cannot be the geometric mean between a and c എന്ന് പറയാൻ പറ്റും. So statement 1 എന്ന് പറയുന്നത് true ആണ്. Statement 1 is true because b cannot be the geometric mean between a and c എന്നാണ് പറയുന്നത്, അല്ലേ? b cannot be the geometric mean between a and c ആണ്. അതായത് എയും ബിയും സിയും ബി ജോമെട്രിക് മീൻ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? അരിത്തമെറ്റിക് മീൻ നമുക്കറിയാം. ബി is equal to എന്താണ്? എ പ്ലസ് സി ആണ്, അല്ലേ? ബി is equal to എന്താണ്? എ പ്ലസ് സി ബൈ 2 ആണ്. എന്താണ് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എ സി ആണ്, അല്ലേ? റൂട്ട് എ സി ആണ്, ശരിയല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ എന്നുള്ള കണ്ടീഷനൊക്കെ നമുക്കറിയാം. സോ യൂസിങ് ദാറ്റ് വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എന്താണ് ബി കനോട്ട് ബി ദ ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എന്താണ് എ ആൻഡ് സി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് നോക്കിക്കുക. ആൽഫ ബിലോങ്സ് ടു 0 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ആൽഫ ബിലോങ്സ് ടു 0 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വാട്ട് യു കൻ ഒബ്സർവ്? ആൽഫ ബിലോങ്സ് ടു 0 1 എടുക്കുന്ന സമയത്ത് നോക്കാം. ആൽഫ ബിലോങ്സ് എന്താണ്? 0 1 ആണ് കേട്ടോ. ആൽഫ ബിലോങ്സ് ടു 0 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കേണ്ടതാണ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൽഫ ഇസ് ഈക്വൽ ടു സി പ്ലസ് എ മൈനസ് 2b ഡിവൈഡഡ് ബൈ c plus a minus 2b divided by c plus a minus 2b divided by a plus b minus 2c ആണ്, അല്ലേ? a plus b minus 2c ആണ്. ദിസ് മസ്റ്റ് ബി ദെയർ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ്. ഇത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഇനീക്വാലിറ്റി വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു വിൽ ഗെറ്റ് ഫൈനലി? നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. സോ വിൽ ഗെറ്റ് b is greater than c and b is less than a plus c by 2. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് റിസ്കി പ്രോബ്ലം ആണ്. ഓക്കെ, b is greater than c and b. ഇത് സെയിം ഐഡിയ ഉപയോഗിച്ച് സോൾവ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും b is the geometric mean between എന്താണ് പറയാൻ പറ്റും? b is the geometric mean between a and c എന്ന് പറയാൻ പറ്റും, അല്ലേ? സോ ഹിയർ വി സേ ദാറ്റ് b may be the geometric mean between a and c എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, 2 ട്രൂ ആണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്താണ് കൃത്യമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ചെയ്ത് അതേ ഐഡിയ ഉപയോഗിച്ച് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. എം ഗ്രേറ്റർ ദാൻ ജി എം എന്നുള്ള ഐഡിയ ഇവിടെ യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓൾസോ ട്രൂ. സോ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വരുന്നത് 1 both 1 and 2 are true. Yes, this is the right answer. Neither 1 nor 2 is true is wrong. This is wrong and this is also wrong. So the correct answer is option 1 ആണ്. Okay. Thank you very much.